all, welcome back to English Ladder. എനിക്കുണ്ടല്ലോ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മന്താണ് മാർച്ച്. എന്താണെന്നറിയാവോ? ഇനി 2 മാസം വെക്കേഷൻ്റെ ഒരു സമയമാണല്ലേ. നമ്മൾ ഒത്തിരി സന്തോഷിക്കുന്ന 2 മാസങ്ങളാണ് ഏപ്രിൽ മെയ്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ഓൾമോസ്റ്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അവർക്ക് മിക്ക സ്കൂളിനും അവധിയൊക്കെ കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ ചില സ്കൂളുകളിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും മാർച്ച് 31 എല്ലാം അങ്ങ് തീരും. നമ്മുടെ വെക്കേഷൻ മോഡ് ഓൺ ആവുകയാണ്. ഞാൻ എന്തിനാണ് ഈ വെക്കേഷനെ കുറിച്ച് ഇത്രയും കഥ പറയുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പേ നിങ്ങൾക്ക് കത്തിക്കാണും ഞാൻ എന്തോ വെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പറയാൻ പോകുന്നതെന്ന്. വെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, വെക്കേഷന് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയിട്ടില്ലേ, അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, അപ്പ പറഞ്ഞതാണ്, അമ്മ പറഞ്ഞതാണ്, ഡൽഹിക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പില്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നമുക്കും ഒരുപാട് മെമ്മറീസ് തന്നിരിക്കുന്ന സമയമാണ് നമ്മുടെ വെക്കേഷൻ ടൈം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണ്? അതാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രേസൽ വേർബ്സ് ആണ്, റിലേറ്റിംഗ് ടു ട്രാവലിംഗ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്, ട്രാവൽ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കൂടെ ഇരിക്കുന്നവരോ ഒക്കെ നമ്മളോട് പല ഡൗട്ട്സും ചോദിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് അറിയത്തില്ല അതെങ്ങനെ മാനേജ് ചെയ്ത് പറഞ്ഞു കൊടുക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രേസൽ വേർബ്സ് പഠിച്ചാലോ, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇനി യാത്രയിലൊക്കെ പൊളിക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങുമല്ലേ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രേസൽ വേർബ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ഫ്രേസൽ വേർബ്സിന് പകുതി വീഡിയോയിലും കേട്ടിട്ടുണ്ടാവും. ഒത്തിരി വീഡിയോ നമ്മൾ ഫ്രേസൽ വേർബ്സിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ എന്താണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്. ഈ ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ വേർഡിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഫ്രേസ് വേർബ്സ്. അപ്പോൾ അതിലൊരു വേർബും ഉണ്ട്, അതൊരു ഫ്രേസുമാണ്. ഫ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നിലധികം വേർഡ്സ് കൂടി പറയുന്നതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പം ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ കൂടെ ഒരു അഡ്വേർബോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷനോ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതെങ്ങനെയാണ് മാറാൻ പോകുന്നതെന്ന് ഇനി ഞാൻ പറഞ്ഞു തരുന്ന വേർഡ്സ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇതേ നമ്മൾ ചുമ്മാ ഡ്രൈ ആയിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു യാത്ര ചെയ്യാൻ പോവാം. അത് ഞാനും നിങ്ങളോട് ഒരുമിച്ച് അങ്ങ് യാത്ര ചെയ്താലോ? നല്ല രസമായിരിക്കും അല്ലേ. അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്രയ്ക്ക് എല്ലാ ബാഗൊക്കെ പാക്ക് ചെയ്തു, നമ്മളെല്ലാം ഭയങ്കര റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയാറുണ്ട്, ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നു, പെട്ടെന്നാവും, നമ്മൾ ലേറ്റ് ആവും. അപ്പം എന്താണ് പെട്ടെന്നാവട്ടെ എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് ഏതാണെന്നറിയോ? ഹറിയപ്പ്. ഏതാണ്? ഹറിയപ്പ്. കേട്ടപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ എത്ര പേര് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഹറിയപ്പ് എന്നുള്ള ടേം? അപ്പം അതൊരു ഫ്രേസൽ വേർബാണ്. അപ്പം ഇതെങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹറിയപ്പ്, വി ആർ ഗോയിങ് ടു ബി ലേറ്റ്. പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വൈകും, നമ്മൾ പോവാൻ വൈകും. അപ്പോൾ ഇനി ഹറിയപ്പ് യൂസ് ചെയ്തോളൂ. ഇനി നമ്മൾ യാത്ര പോകാൻ തുടങ്ങി കേട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ പറയുകയാണ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നതാണ് സെറ്റ് ഓഫ്. സ്റ്റാർട്ടിങ് എ ജേർണിക്ക് നമ്മൾ പറയുന്നതാണ് സെറ്റ് ഓഫ്. ഓഫ് ആണ്. സെറ്റ് ഓഫ് എന്ന് പറയുവാണെങ്കിൽ യാത്ര തുടങ്ങുവാണ്. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റും? വി സെറ്റ് ഓഫ് ഫോർ ഡൽഹി ജസ്റ്റ് അറ്റ് 9 PM. നമ്മൾ യാത്ര തുടങ്ങുന്നത് എത്ര മണിക്കാണ്? 9 മണിക്കാണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു, നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകാൻ നേരത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സോ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് നമ്മുടെ കാറിൽ കൊണ്ടുപോയിട്ട് അവരെ നമ്മുടെ കൂടെ കൂട്ടണം. അവരെയും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഫാമിലീനെ നമുക്ക് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തു പറയും? അവരെ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്? പിക്കപ്പ്. എന്ത് ചെയ്യാന്നാണ്? പിക്കപ്പ്. പിക്കപ്പ് യൂഷ്വലി പല ഫ്രേസസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പല സിറ്റുവേഷൻസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും എടുക്കേണ്ടപ്പോൾ ഒക്കെ പിക്കപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ട്രാവൽ റിലേറ്റഡ് ആയിട്ട് പറയുന്ന പിക്കപ്പ് എന്ന് പറയുന്നത് ആരോ ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ അവിടെ പോകുന്നു, അവരെ കളക്ട് ചെയ്യുന്നു, അവരെ പിക്ക് ചെയ്യുന്നു, അത് പോകുന്നതിനെയാണ് പിക്കപ്പ് എന്ന് പറയുന്നത്. ഐ വിൽ പിക്ക് യു അപ്പ്. എങ്ങനെയുണ്ട്? നല്ലൊരു സെൻറ്റൻസ് അല്ലേ? ഐ വിൽ പിക്ക് യു അപ്പ്. ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊള്ളാം. അപ്പം നമ്മൾ അവരെ എടുത്തു, നമ്മുടെ യാത്ര ഇങ്ങനെ പോവുകയാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ ട്രെയിന് അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിൻ കയറി അല്ലെങ്കിൽ ഒരു ബസ് കയറി വേണം നമുക്ക് എയർപോർട്ട് എത്താനായിട്ട്. ചെറിയ യാത്രയൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മൾ പ്ലെയിനിലൊക്കെ അങ്ങ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി പോകണം അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകണം. നമ്മളെല്ലാവരും കൂടെ ചെന്നു. പക്ഷേ ഈ ട്രെയിനോ ബസ്സോ പ്ലെയിനോ ലേറ്റായി എന്നെങ്ങനെ പറയും? അല്ലെങ്കിൽ വന്നു എന്നതിന് എങ്ങനെ പറയും? ഗെറ്റ് ഇൻ. ഗെറ്റ് ഇൻ. ട്രെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ വരിക, അറൈവ് എന്നുള്ള മീനിങ്ങിൽ ഗെറ്റ് ഇൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയും നാളും യൂസ് ചെയ്തിരുന്ന ഗെറ്റ് ഇൻ എന്താണ്? ഗെറ്റ് ഇൻ എന്ന് പറയാറുണ്ടല്ലേ, കയറി വരൂ എന്ന് പറയാനായിട്ട്. ദ ട്രെയിൻ ഗോട്ട് ഇൻ ലേറ്റ്.
ട്രെയിൻ വന്നത് ലേറ്റ് ആയിട്ടാണ്, നമുക്ക് പണി കിട്ടി. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്, നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്ത് ഒരു തരത്തിൽ നമ്മൾ ഏതോ ഒരു ബസ് വന്നു, നമ്മൾ അതിലേക്ക് കയറിയിരുന്നു. പക്ഷെ നമുക്ക് പിന്നെയും പണി കിട്ടി ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വേർഡാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം? ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ, നമ്മൾ കയറുക. ബസ്, ട്രെയിന്, പ്ലെയിന്, അല്ലെങ്കിൽ നമ്മൾ കയറുന്നതിനെയാണ് നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയുന്നത്. ഐ തിങ്ക് വി ഗോട്ട് ഓൺ എ റോങ് ട്രെയിൻ. നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ട്രെയിനിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് കയറിയിരിക്കുന്നതെന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ഗെറ്റ് ഓൺ. നമ്മൾ കയറുക എന്ന് പറയുന്നതിനെയാണ്. ഇനി നമ്മൾ കയറിയൊക്കെ ഇരുന്നു, നമ്മൾ ഒരു തരത്തിൽ എയർപോർട്ട് എത്തി. അവിടെ ഒരു പടയുണ്ട് നമ്മളെ പറഞ്ഞു വിടാനായിട്ട്, നമുക്ക് ബായ് ഒക്കെ പറയാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ വന്ന് നമുക്ക് ബൈ പറയുന്നത്, ഗുഡ് ബൈ പറയുന്നതിന് എന്ത് പറയാൻ പറ്റും? അതിന് പറയുന്നതാണ് സീ ഓഫ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ സീ ഓഫ് ചെയ്യാൻ പോയതാണ് എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ ഈ സീ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ യാത്രയ്ക്ക് പോവല്ല, നമ്മൾ അവരെ കയറ്റി വിടാൻ പോവാണ്, നമ്മൾ അവർ ബൈ പറയുവാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സീ ഓഫ് എന്ന് പറയാം. അതിനൊരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയാം? ദേ ഹാവ് ഗോൺ ടു സീ ഓഫ് ദെയർ സൺ അറ്റ് ദി എയർപോർട്ട്. അവർ അവൻ്റെ മകനെ കൊണ്ടുവിടാനായിട്ട് എയർപോർട്ടിൽ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബൈ പറയാൻ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ബൈ പറഞ്ഞു, പിന്നെയും നമ്മൾ പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിയാൻ നേരത്ത് നമ്മൾ എയർപോർട്ട് എത്തി കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്, നമ്മൾ പ്ലെയിനിലാണ് പോകാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ പറയും? നമ്മൾ അവിടെ ചെന്നിട്ട് എന്താണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്? കയറിയിരിക്കുന്നവർക്കൊക്കെ അറിയാം, ഈ ഒരു കൗണ്ടർ തന്നെയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ഇൻ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് എത്തി നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ പറയുന്നത് ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? ചെക്ക് ഇൻ. പ്ലീസ് ചെക്ക് ഇൻ ആൻ അവർ ബിഫോർ യുവർ ജേർണി. പ്ലീസ് ചെക്ക് ഇൻ ആൻ അവർ ബിഫോർ യുവർ ഡിപ്പാച്ചർ. പോകുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 3 hours ഒക്കെ ആക്കി അല്ലേ ഇപ്പം. അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ പറയുന്നത് ചെക്ക് ഇൻ ആണ്. ചെക്ക് ഇൻ ചെയ്യുക എന്നതാണ്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, നമ്മൾ കയറി, നമ്മൾ പ്ലെയിനിൽ കയറി ഇരിക്കുവാണ്, നമ്മൾ റെഡിയാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചു ചോദിക്കുന്നു, ഇപ്പം എന്താ ഇനി നടക്കാൻ പോകുന്നതെന്ന്. നമുക്ക് പറയാൻ അറിയാം, നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ പൊങ്ങാൻ പോവാണ്, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് പതിയെ വിടാൻ പോവാന്ന്. പക്ഷെ അതിനൊരു ടേം ഉണ്ടായിരുന്നല്ലോ. എന്താണ് ആ ടേം? ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ പറയുമ്പോൾ അറിയാം, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന വേർഡാണ്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ഫ്രേസാണ്, നിങ്ങൾ പറഞ്ഞു തരണ്ട. എന്നാൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. അതിന് പറയുന്ന ടേം എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ അതിന് പറയുന്ന ഫ്രേസ് ടേക്ക് ഓഫ് എന്നതാണ്. നമ്മുടെ പ്ലെയിൻ ആ ലാൻഡ് വിട്ട് മുകളിലോട്ട് ഉയർന്നു പൊങ്ങുന്നതിനെ നമ്മൾ പറയുന്നതാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാണ്, നമുക്ക് ഈ യാത്രയിൽ മുഴുവൻ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലെയിൻ പിന്നെയും ഡിലേ വന്നു. എന്താണെന്നറിയാവോ? ഭയങ്കര കാറ്റ്, നമുക്ക് പൊങ്ങാൻ പറ്റുന്നില്ല, നമ്മുടെ പ്ലെയിനിന് പൊങ്ങാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പറയുകയാണ്, നമ്മുടെ പ്ലെയിനിന് ഡിസ്റ്റർബൻസ് കാരണം, വിൻഡിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് നമ്മുടെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ അതെങ്ങനെ പറയും? Our plane had difficulty taking off due to high winds. ഭയങ്കര കാറ്റ് കാരണം നമ്മുടെ പ്ലെയിനിന് പിന്നെയും പണി കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര സന്തോഷിച്ച് സ്ഥലങ്ങളൊക്കെ കാണാം എന്നൊക്കെ ഓർത്ത് നമ്മളൊരു സ്ഥലത്ത്, ഇപ്പോൾ ഡൽഹിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിയാൻ നേരത്ത് നമുക്കൊരു ഹോട്ടലിൽ പോയിട്ട് നമുക്ക് റൂം എടുക്കണം. എന്താണെങ്കിലും നമ്മൾ 2 days ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്, അപ്പോൾ നമുക്ക് റൂം എടുക്കണം. അപ്പോൾ റൂം എടുക്കുന്ന ആ ഒരു കാര്യത്തെ എന്താണ് പറയുന്നത്? ചെക്ക് ഇൻ. അതും ചെക്ക് ഇൻ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്, നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യുകയാണ്. അപ്പം മിക്ക ഹോട്ടൽസിലും ചെക്ക് ഇൻ ടൈം ഉണ്ട്. 2 o'clock ഒക്കെയാണ് യൂഷ്വലി, അല്ലെങ്കിൽ 12 o'clock ആണ്. അത് ഓരോ ഹോട്ടൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ യാത്രകൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാ സ്ഥലങ്ങളും കണ്ടു, എല്ലാം കണ്ടു, നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ താജ്മഹലിൽ പോയി ഒരുപാട് സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു, ക്ഷീണിച്ചു, നമുക്ക് തിരിച്ചു പോരാനായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് പൈസ കൊടുത്ത് ഇറങ്ങി പോകുന്നില്ലെങ്കിൽ അവർ നമ്മളെ വിടത്തില്ലല്ലോ. അപ്പം അങ്ങനെ പോരുക, പൈസ കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ചെക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചെക്ക് ഇൻ ചെയ്തു, ഇൻ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഔട്ടും ചെയ്യണം. അപ്പം ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പം മറക്കാതെ ചെക്ക് ഔട്ട് ചെയ്തോളൂ. വി ചെക്ക്ഡ് ഔട്ട് അറ്റ് 2 PM. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് 2 മണിക്കായിരുന്നു. ഇനി നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഈ പ്രോസസ്സിലൂടെ ഒക്കെ തന്നെ തിരിച്ച് നമ്മുടെ നാടെത്തിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അവരെ നമുക്ക് തിരിച്ച് അവരുടെ വീട്ടിൽ വിടണ്ടേ? നമ്മളെ കാറുള്ളൂ, നമ്മളാണ് കാറ് ഇട്ടിട്ട് ഇവരെ കൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇവരെ തിരിച്ചു കൊണ്ട് വിടേണ്ട കടമ നമുക്കുണ്ട്. അപ്പം അവരെ തിരിച്ചു വിടുക എന്നുള്ളതിന് എന്താണ് പറയുന്നത്? ഡ്രോപ്പ് ഓഫ്.
എന്താണ്? ഡ്രോപ്പ് ഓഫ്. ഈ ഓഫും OFF ഓഫാണ് കേട്ടോ. ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ ഒരാളെ കാറിൽ കയറ്റി അവർക്ക് വേണ്ടുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവരെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് നമ്മൾ മാത്രം പോകുന്നതിനെയാണ് ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഐ വിൽ ഡ്രോപ്പ് യു ഓഫ് അറ്റ് യുവർ ഹോം. നമ്മൾ അവരെ വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എനിക്ക് നല്ല ക്ഷീണമൊക്കെ ആയി യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ. നിങ്ങൾ ഓർക്കുക ഇത്രയേ ഉള്ളൂ എന്ന്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വേർഡ്സുമായിട്ട് ഞാൻ വരും. ആദ്യം ഇത്രയെങ്കിലും പഠിക്കണമല്ലോ നമ്മൾ. പറഞ്ഞ വേർഡ്സ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോ ഒക്കെ സംശയം ചോദിക്കുമ്പോൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് നന്നായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തോളൂ കേട്ടോ. അത് തന്നെയാണ് ഞങ്ങൾക്കും സന്തോഷം. അപ്പോൾ എങ്ങനെയാണ് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങ് തകർക്കുമല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷമാകട്ടെ, നമുക്കും സന്തോഷമാകട്ടെ. ട്രാവലൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ ശ്രുതി. ടേക്ക് കെയർ.